ഇന്ന് നമ്മൾ തുലാം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. തുലാം രാശിക്കാർ എന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്ന രാശിയാണ്. 2.25 നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാം രാശി. ശരിക്ക് പറയുകയാണെങ്കിൽ തുലാം രാശിക്കാർക്ക്, ഈ രാശിക്കാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു പുതുവർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നെ. സന്തോഷപ്രദമായ ഒരു വർഷം എന്ന് പറയാൻ കാരണം, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോൾ വ്യാഴം അഷ്ടമരാശിയിൽ നിന്നു, ഇപ്പോൾ കണ്ടകശനിയില്ല, വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. ഭഗവാൻ ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം നിൽക്കുകയാണ്. ഇതെല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമാണ്. ശരിക്കും 12 രാശിയിലെ ചുരുക്കം രാശിക്കാർക്ക് മാത്രമേ ഏറ്റവും നല്ല സമയമുള്ളൂ. അതിൽ ഏറ്റവും ശുഭപ്രദമായ സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പുതുവർഷം. അപ്പോൾ അതെന്തുകൊണ്ട് അഡ്വാൻസായിട്ട് നിങ്ങളുടെ പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തിൽ അറച്ചു നിൽക്കരുത്. ഓരോ കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നത് വിജയിക്കും. കാരണം നമ്മളിപ്പോൾ ഹൈവേയിലാണ്. ഹൈവേയിൽ പോയിട്ട് പിന്നെ 20-ൽ പോകാൻ നിൽക്കരുത്. നമുക്ക് എത്രത്തോളം അനുവദനീയമായ സ്പീഡുണ്ടോ അതിൽ ഓടിപ്പോകണം എന്ന് പറയും പോലെ നിങ്ങൾ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിൻ്റെ പേരിൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. സാമ്പത്തിക നേട്ടം വരും. അതുപോലെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വരെ സഫലീകരിക്കാൻ പറ്റും. അത്രയ്ക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അത് കുടുംബത്തിന് അകത്ത്, അത് കുഞ്ഞുകുട്ടിയാണെങ്കിൽ പോലും അവൻ ചെയ്യുന്ന വിദ്യാഭ്യാസപരമായിട്ട് പുരോഗതി ഉണ്ടാവും. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും. വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. ഇല്ല, മുതിർന്നവരാണ്, പ്രായം ചെന്നവരാണ്, ശാരീരിക ബുദ്ധിമുട്ടായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശാരീരിക വിഷമങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ മൊത്തത്തിൽ അനുകൂലപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുകയാണ്.